നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പി അൻവർ എന്ന CPM MLA ഇന്നും ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പത്രസമ്മേളനം നടത്തി ഇന്നും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ADGP അജിത് കുമാർ എന്നയാൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, അതിനും അപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ ഒരു റേഞ്ച് എന്ന് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. അതായത് ADGP അജിത് കുമാറിനെ കുറിച്ച് ഇപ്പോഴും അൻവറിന് ഇങ്ങനെ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അൻവർ എന്തോ പുതുതായി ADGPയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ റേഞ്ച് വളരെ വലുതാണ്. ADGPയെ അവിടെ ഇരുത്തിക്കൊണ്ട് അന്വേഷണം നടത്താൻ സാധ്യമല്ല. അദ്ദേഹത്തെ വെറുതെ അങ്ങ് മാറ്റി നിർത്തിയാലും പോരാ, നിരന്തരം നിരീക്ഷിക്കണം എന്നാണ് സർക്കാരിനോട് PV അൻവർ പറയുന്നത്. ഇതുവരെ PV അൻവർ സർക്കാരിനോട് പറഞ്ഞതൊന്നും സർക്കാർ അത്ര മുഖവിലേക്ക് എടുത്ത കോളില്ല. എന്തായാലും സർക്കാരിനും പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ നന്നായി അറിയാവുന്ന കാര്യങ്ങളാണ് PV അൻവർ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. അൻവറിനെ ഒഴിവാക്കുമോ, അൻവറിനെ പാർട്ടി സ്വീകരിക്കുമോ, അൻവറിനെ പാർട്ടി കേൾക്കുമോ, ഇതൊക്കെയാണ് പ്രേക്ഷകർക്കറിയാനുള്ളത്, ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാനുള്ളത്. 1 മാസത്തെ അന്വേഷണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ 1 മാസം കഴിഞ്ഞ് വരുന്ന അന്വേഷണ റിപ്പോർട്ട് അതിനിർണായകവുമാണ്. എന്തായാലും അൻവറിന് അനുകൂലമായ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഇഷ്ടത്തോഴനായ ADGP അജിത് കുമാറിനെ ഉൾപ്പെടെ തള്ളിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് വരാനുള്ള സാധ്യത വിരളമാണ് എന്ന് പലരും പറയുന്നുണ്ട്. കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്. കാരണം ADGP ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റാതെയാണ് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘത്തിലുള്ളവരെല്ലാം DGP ഒഴികെ മറ്റുള്ളവരെല്ലാം ഈ പറയുന്ന ADGPക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആദ്യത്തെ ദിവസം തന്നെ അൻവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ADGP അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചതെങ്കിലും അദ്ദേഹം പ്രധാനമായി ചൂണ്ടിക്കാണിച്ചു തന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേര് P ശശി എന്നാണ്. P ശശിയെക്കുറിച്ച് ഒന്നും തന്നെ എഴുതി നൽകിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യില്ല എന്നാണ് CPMൻ്റെ നിലപാട്. P ശശിയെക്കുറിച്ച് ഞാനും ഒന്നും എഴുതി കൊടുത്തിട്ടില്ല എന്ന് അൻവർ പിന്നീട് മാറ്റി പറയുന്നു. അതുകൊണ്ട് തന്നെ P ശശിയെക്കുറിച്ച് ഇപ്പോൾ ചർച്ചയൊന്നുമില്ല. P ശശിയെക്കുറിച്ച് മാത്രമല്ല, അൻവർ പറഞ്ഞ ഗുരുതരമായ പല ആരോപണങ്ങളെക്കുറിച്ചും ഇപ്പോൾ കേരളത്തിൽ ചർച്ചയില്ല. മറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മൊത്തം ADGP എന്തിന് RSS നേതാക്കളെ കണ്ടു എന്നുള്ളതാണ്. അതിലും ഗൗരവമായ പല ആരോപണങ്ങളും അൻവർ ഉന്നയിച്ചിട്ടും അൻവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചർച്ചയാകാതെ CPM നോക്കുന്നുണ്ട്. ADGP എന്നാണ് RSSനെ കണ്ടത്? എവിടെ വച്ചാണ് RSSനെ കണ്ടത്? എത്ര സമയം മീറ്റിംഗ് ഉണ്ടായിരുന്നു? അതിനുശേഷം 10 ദിവസങ്ങൾക്ക് ശേഷം റാം മാധവനെ കണ്ടത് എങ്ങനെയാണ്? ആരോടൊപ്പമാണ് പോയത്? ഏത് വാഹനത്തിലോടൊപ്പമാണ് പോയത്? ഈ വിവരങ്ങളെല്ലാം പത്രക്കാർക്ക് ചോർത്തി പടിപടിയായി കൊടുക്കുന്നതെല്ലാം പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയമായ AKG സെൻറ്ററിൽ നിന്നാണ് എന്നൊരു ശ്രുതിയുമുണ്ട്. കാരണം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എങ്ങനെയും തമസ്കരിക്കപ്പെടണം. ഇന്ന് മുഖ്യമന്ത്രി DGPയുമായി ഒരു ചർച്ച നടത്തി. അതായത് ഈ RSS ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണം ആദ്യം നടത്തണം എന്നാണ് മുഖ്യമന്ത്രി DGPക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം. അതായത് അൻവർ പറഞ്ഞ ആരോപണങ്ങൾ മാറ്റിവെച്ചിട്ട് VD സതീശൻ പറഞ്ഞ ആരോപണങ്ങൾ അന്വേഷിക്കണം. VD സതീശനാണല്ലോ RSS ബന്ധത്തെക്കുറിച്ചും RSS നേതാക്കളുമായി ADGP നടത്തിയ ചർച്ചയെക്കുറിച്ചുമൊക്കെ കേരള സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് അൻവർ പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ, ഇത് ചർച്ച ചെയ്യൂ എന്നാണ്. ഇന്ന് സംസ്ഥാന ഇൻ്റലിജൻസ് മേധാവിയുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ അത്ര സ്വാഭാവികമായ കൂടിക്കാഴ്ചകളാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. എന്തായാലും സർക്കാർ അൻവറിനോടൊപ്പമല്ല എന്നുറപ്പാണ്. പാർട്ടിയും അൻവറിനോടൊപ്പം ഇല്ല എന്ന് പാർട്ടി പറഞ്ഞു കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്നത് അൻവറിനുള്ള പണിയാണ് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. അത് അൻവറിന് പോലും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത്. തന്നെ കുടുക്കാനാണ് ഇവരുടെ പദ്ധതി എന്ന് ഇന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വച്ചിട്ടുണ്ട്. RSS ബന്ധവും അതുപോലെ തന്നെ RSSുമായി നടത്തിയ കൂടിക്കാഴ്ചകളും ഒക്കെ ഇങ്ങനെ ഒരു വലിയ പുകമറയാക്കിക്കൊണ്ട് കേരള സമൂഹത്തിൽ വലിയ ചർച്ചയാക്കിക്കൊണ്ട് എങ്ങനെയും P ശശിക്കെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങൾ മറച്ചുപിടിക്കുക, അൻവറിന് തിരിച്ചു പണി കൊടുക്കുക, അതാണ് പിണറായിയുടെ അടുത്ത ദിവസങ്ങളിലെ മിഷൻ എന്ന് പലരും സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും അൻവറാണ് അകത്തു പോകാൻ പോവുക, ADGP അല്ല. അതിൻ്റെ മറ്റൊരു സൂചനയും പുറത്തു വന്നിട്ടുണ്ട്. ADGP MR അജിത് കുമാർ ഇന്ന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതായത് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷണത്തിൽ തെളിഞ്ഞില്ല എങ്കിൽ, അത് വ്യാജമാണ് എന്ന് തെളിഞ്ഞാൽ
തീർച്ചയായും നടപടികൾ ഉണ്ടാകണം. ആരോപണം ഉന്നയിച്ചവർക്കെതിരെ അതിന് സർക്കാർ തന്നെ കേസ് കൊടുക്കണം എന്നാണ് ADGP ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് അതേ ദിശയിലേക്ക് തന്നെയാണ് അന്വേഷണം പോകുന്നത് എന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. 1 മാസത്തിന് ശേഷം റിപ്പോർട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.